എന്താ പന്നി കുത്തി വളർത്ത ഞാൻ മാധവ് ടീ സ്റ്റാൾ ആദ്യമോനും ഇവിടെ ടീ സ്റ്റാൾ തുടങ്ങി. ഇവിടെ കൊണ്ടിറക്കുന്നതാണ് പെടക്കണ മീനുകൾ. ഞാൻ ആരോ ഏട്ടാ എന്തോരം ഞണ്ടുകളാണ്. പെടക്കണ മീനെ കാണാ ഗൈസ്. ഇതാരാ പെടക്കുന്ന മീനോ? ബ്യൂട്ടി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങൾ ഇപ്പോൾ സ്റ്റിൽ മുരുടേശ്വരത്താണ് ഉള്ളത്. അപ്പം ഇന്ന് ഒരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് ഫ്രഷായി ബീച്ചിലേക്കുള്ള വ്യൂ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താ പന്നി കുത്തി വളർത്ത ഞാൻ. അല്ല, ഞാന് ബീച്ചിൽ ഇറങ്ങണില്ല. നമ്മളിത് കൂടെ പോകുമ്പോ മണ്ണാവുമല്ലോ. അപ്പൊ മണ്ണാവാതൊക്കെ വേണ്ടിട്ട് ഞാൻ പാന്റ് കയറ്റി വെച്ച. പ്രത്യേകിച്ച് ഇത് കട്ടിയുള്ള ബാഗി ജീൻസ് ആണ്. അപ്പൊ അലക്കി കഴിഞ്ഞപ്പോ ഒന്നും ഉണങ്ങൂല. ട്രിപ്പിനൊന്നും പോകുമ്പോ ഒരിക്കലും കട്ടിയുള്ള സാധനം എടുക്കരുത്. ഞാന് ആകെ ഒരെണ്ണ കോട്ടൺ എടുത്തിട്ടുള്ളൂ. അത് ഗോവയിൽ നിന്ന് ഇടാൻ വേണ്ടിട്ട് ഞാൻ ചെയ്യുന്നത്. അത് ഷോർട്ടല്ലേ പറഞ്ഞേ, കട്ടില്ലതേ ഇടരുത്. കനം കുറഞ്ഞ ചുരിദാറിൻ്റെ പാൻ്റൊക്കെ ആണെങ്കിൽ വേഗണോ എന്നാ ബാ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാന്നാണ് പറയുന്നത്. നടന്നോളൂ. ചായ ഞാൻ കുടിക്കാറില്ല. ഞാൻ സൗണ്ട് കേട്ടേ അവിടെ നിന്ന് ആളെ കണ്ടില്ല. പാൽച്ചായ മുട്ട പുഴുങ്ങിയത് വേണോ? ചായക്കടയുടെ പേര് വായിച്ചു നോക്ക്. ടീ സ്റ്റാൾ, മാധവ് ടീ സ്റ്റാൾ. ആദ്യമോനും ഇവിടെ ടീ സ്റ്റാൾ തുടങ്ങി. ഇണക്കുരുവികൾ ആ വിട്ടു ഞങ്ങളെ കാന്തം. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഈ ബോട്ടുകള് ആ കടലിൽ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ആൾക്കാരൊന്നുമില്ല. എനിക്കറിയില്ല എന്താണ് അവിടെ ബോട്ടുകളിൽ. ഇനി വല ഇട്ട് വെച്ചിട്ടുണ്ടോ? ചിലപ്പോ ചിലപ്പോ കരയിലോട്ട് അടുപ്പിക്കാതെ. ഫ്രണ്ട്സ്, ഇവിടെ മീനിങ്ങനെ ഫ്രഷ് ആയിട്ട് കൊണ്ടിറക്കുന്നതാണ് പെടക്കണ മീനുകള്. ഇന്നലെ ഞങ്ങൾ പോണെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റില്ല. ഇന്നലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് നേരെ ഒത്തിരി വൈകി. ഫുൾ പ്ലാസ്റ്റിക്കും കച്ചറകളും. പശുവൊക്കെ പ്ലാസ്റ്റിക് ഒന്നും തിന്നണം. ഫ്രണ്ട്സ്, ചുറ്റുവാകെ എനിക്ക് ചുയിങ്ങന്ന് കൊണ്ടു തന്നു. സെന്റർ ഫ്രഷ് വാട്ടർ മെലന്റെ വേണമെന്നില്ല. കുത്തുമ്പി കുർലമാമി രണ്ട് കോമാത്. അതൊക്കെ അവിടെ ഒരു മല, അത് പാറ മലയാ. അത് മല. അങ്ങനെയുള്ളൊരു പാറയിലാണ് ഇതാ ഈ നമ്മുടെ ക്ഷേത്രം പണിത് വെച്ചിരിക്കുന്നത്. രാവിലെ ഉണ്ടല്ലോ ഞങ്ങൾ നടക്കാൻ ഇറങ്ങി. ഇവിടെ വെയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ രാവിലെ ഓടാഞ്ഞു മാത്രമല്ല, വെയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്ത് രസമെന്ന് അറിയാം. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആ സൈഡിൽ കൂടി അവിടെ വരെ നടന്നു. ഞാൻ നിങ്ങൾ എണീക്കണത് ഞാൻ കണ്ടിരുന്നു. ഞാൻ കണ്ണു തുറന്നപ്പോൾ അനൂപ് ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് ഇതാക്കിണ്ട്. ഞാൻ ആദ്യം എണീറ്റ്. എന്താ ശരി, മധുരം കൂടുതലുണ്ടോ? മധുരം കൂടുതലല്ലേ? നമുക്കൊന്ന് ഇറങ്ങിയാലോ, നടക്കിറങ്ങിയാലോ? നാനൂപിൻ്റെ പുറകെ പോയി പതുക്കെ പോയിക്കോ. ചാണകം മാത്രമല്ല ഉണ്ട് അവിടെ. ആൾക്കാർ രാവിലെ ഇറങ്ങിയിരിക്കുന്ന സ്ഥലം. അതെ, നേരെ നടന്നോ. ചായയൊക്കെ കുടിച്ച് ബീച്ചിലോട്ട് ഇറങ്ങി. സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിലും വലിയ ചൂടായിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ വന്ന സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എത്ര ഉണ്ടാവില്ല അവിടെ കൊണ്ടിട്ടേ. തോന്നുന്നു, കാരണം ഇന്നലെ വൈകുന്നേരം ഇവിടെ വരെ ഉണ്ടായിരുന്നു തിരമാല. കടൽ അങ്ങനെ തന്നെയല്ലേ, രാത്രി കടൽ കയറി വരും. വൈകുന്നേരം ആകുമ്പോൾ നേരം കൊടുക്കുമ്പോൾ കടൽ താഴത്തേക്ക് പോകും.
അങ്ങനെ തന്നെയാണ് എല്ലാ കടലും. അതെ, കടൽ ആലോചിക്കുമ്പോ അവര് ഡീസെന്റ് ആണല്ലേ കടല്. അങ്ങോട്ട് പോ, കടലിന്റെ അടുത്തോട്ട് പോ. ഞണ്ടായിരിക്കും മറ്റേ കടൽ ഞണ്ടല്ലേ ചെറുത് ആണത്. ആ ഓട്ട കണ്ടില്ല, കുഞ്ഞു ഞണ്ടുണ്ട്. പോയി നമ്മൾ നടന്നു വരുന്നതിനനുസരിച്ചാണ് എല്ലാം ഞണ്ടും അടുത്തോട്ട് ഓടിക്കയറുന്നത്. ഇവിടെ നാട് ദൂരത്തേക്ക് ഇഷ്ടമായ ഞണ്ടുണ്ടാവും. നമ്മൾ ഞാൻ നടന്ന് അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും കണ്ടോ, അവിടെ നിന്നാണ് സൂര്യൻ, അതുകൊണ്ട് ഇങ്ങോട്ടാണ് ലൈറ്റാണ്. ഫ്രണ്ട്സ്, ഞാന് ബീച്ചിന്റെ തൊട്ട് ബാക്കിൽ നിൽക്കാണ് കേട്ടോ. ഞാൻ വെള്ളത്തിക്ക് ഇങ്ങോട്ട് ഇറങ്ങണില്ല. ഇറങ്ങി കഴിഞ്ഞ് ഞാൻ പിന്നെ ഭയങ്കര ഇടങ്ങാറാവുകറിയാം. കോഴിക്കോട് ബീച്ചിൽ പോയി മുട്ടിന് മേലേക്ക് മടക്കിയ പക്ഷെ കാല് തന്നെ എനിക്ക് ഇഷ്ടമല്ല ബീച്ചിൽ. അതിനായിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ ഇപ്പൊ അതിനായിട്ട് ഇറങ്ങിയതല്ലല്ലോ. ഫിഷിംഗ് ബോട്ടുകൾ വരുന്നുണ്ടോ അവിടെ? ചില സമയത്ത് പെരുമാറാൻ നല്ലോണം വരുന്നുണ്ട്. പപ്പയും പിന്നെ അനുമാമനൊക്കെ ഇതിൽ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ. ഞങ്ങൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങളും വരുമായിരുന്നു. ഇപ്പോൾ വെയിലായി തുടങ്ങി, പിള്ളേർ കളിക്കുന്നു. നമ്മുടെ അവിടുത്തെ ബീച്ച് പോലെയല്ലേ, നല്ല കട്ടിയുള്ള മണല്ലേ. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോവാ, ബോട്ടിലോടത്തേക്ക്. അവിടെ നല്ല ഫ്രഷ് പടക്കണ മീനെ കാണാന്നാണ് അമ്മ പറയണത്. ഞണ്ട് കൂടിയിട്ട് കുഴിയില് എന്തോരം ഞണ്ടുകളാണ്. നമുക്ക് ചോദിക്കാം ഇവിടെ എത്ര മീനൊക്കെ എത്രയാ വില എന്ന് നോക്കാം. നമ്മൾ ഇതുവരെ ഇങ്ങനെ ഫ്രഷ് മീനൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇവര് വെള്ളത്തിൽ കഴുകിയിട്ടാട്ടോ. അത് പടക്കുന്നുണ്ട് പടക്കുന്നതിന് മുന്നേ പടക്കണ മീനെ കാണാൻ ഇതെന്താ ഇങ്ങനെയാണ് കിട്ടുക. എന്നിട്ട് അവര് സാധാ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നു. പരന്നൊരു മീന്, അയല ചെമ്പാനാണോ? അതാ നോക്കിക്ക്, അവിടെ ഒരു ചെമ്മീന് തുള്ളുന്നുണ്ടോ? ചെമ്മീൻ തന്നെയാണത്. നമ്മൾ ഇന്നലെ മീൻ മാർക്കറ്റിൽ കണ്ടില്ലേ കുറേ പെണ്ണുങ്ങൾ, അവര് കൊട്ടയൊക്കെ ആയിട്ട് മീൻ മേടിക്കാൻ വന്നേക്കാണ്. പേശുന്നുണ്ട്, വില പേശുന്നുണ്ട്. അവിടുത്തെ വെള്ളത്തിൽ ഇത്ര ചളിയില്ലല്ലേ, ചളി വെള്ളമാണ്. ആ
പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് പിൻവലിച്ചു കേട്ടോ. അതെ, പടക്കണമൊന്നുമില്ല ഫ്രണ്ട്സ്. നമ്മളെ കാണിക്കണം, ക്യാമറ വരുമ്പോഴൊന്നും പടച്ചൂടെ. അതെ ചേട്ടാ മീൻ എന്താ വില? എന്താ റേറ്റ്? 5 രൂപ. 1 പീസിന് 5 രൂപ. ഒരെണ്ണത്തിന് 5 രൂപ. ശംഖാണോ മീനോ? അല്ലേ ഫ്രണ്ട്സ്, ഒരു മീനെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ മീനെ ഞങ്ങൾ കണ്ടിട്ടില്ല. മുള്ളാണ് ഫുള്ള്. കണ്ടോ, വാലൊക്കെ ഉണ്ട്. ഉൾക്കടലിലുള്ളതായിരിക്കും. ഉൾക്കടലിലുള്ള മീനാണ് കേട്ടോ. ചീഞ്ഞതാണ്. പിന്നെ ബോട്ടിൽ അധികം മീനൊന്നും ഇല്ല കേട്ടോ, കുറച്ച് മീനുകൾ. ആ ശരിയാ. പിന്നെ എത്രയാ? 1 പീസ്. ഒരു പീസിന് 6 രൂപ. ആ ഫ്രണ്ട്സ്, ഒരു മീനിന് 5 രൂപ, 6 രൂപ എന്നാ പറഞ്ഞത്. വേണമെങ്കിൽ 5 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇവർക്ക് അതിനേക്കാളും ലാഭത്തിന് കിട്ടുന്നുണ്ടാവും. ഇത്രയും മീനുള്ള സ്ഥലം പൂച്ചകളില്ല. ആ ശരി. ആ പട്ടികൾ മാത്രമേ ഉള്ളൂ. പൂച്ചകൾ മീൻ എടുക്കുമ്പോഴത്തേക്കും പൂച്ചകളില്ല. 5 റുപ്യന്റെ മീനാണ് കേട്ടോ നിങ്ങളത്. ഇത് നിലത്തിട്ടിരിക്കണ മീനൊക്കെ. ഇത് കിളിമീനാണെന്ന് തോന്നുന്നു. ആ വത്തലാണിത്. വലിയ വത്തലില്ലേ? വത്തല് മീൻ. അതാ ഇത് വരെ നല്ല വെള്ളത്തിൽ കഴുകും. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ദേവോ? കോഴിക്കോടൊന്നും ഇങ്ങനത്തെ ഇല്ലല്ലോ. നമ്മൾ കണ്ടില്ല. കോഴിക്കോട് ഉണ്ട്, അത് വേറെ ഏരിയ ആയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇത്രയും ആയിട്ടും നാച്ചുറൽ വയലറ്റ് വൃത്തിയാക്കും. അല്ല, ഞാൻ നിലത്ത് വീണിട്ടാണ്. നിലത്ത് കണ്ടോ, നിലത്തിട്ടിട്ട് ഈ മണ്ണായിട്ടാണ്. ദേവുന് നല്ലോണം വിശക്കുണ്ട് കേട്ടോ. കഴിക്കാൻ പോയാലോ ഫ്രണ്ട്സ്? ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എനിക്കുണ്ടല്ലോ വിശന്നിട്ട് ഞാൻ ഇപ്പം തലറിഞ്ഞ് ഇവിടെ വീഴും. അങ്ങനത്തെ രീതിയിൽ നിൽക്കാം കേട്ടോ. രാവിലെ ഉഴുന്നുവട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എക്സ്ട്രാ പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ടാണ് ഞാൻ ആകെ ഒരു പൊട്ട വെച്ചിട്ടുള്ളൂ. അപ്പം അനൂപ് മാമന് തുത്തുവാവേൻ്റെ ഡ്രസ്സ് മാറ്റിപ്പിക്കാൻ പോയതാണ്. ആകെ മണ്ണും വെള്ളമൊക്കെ ആയിട്ടുണ്ട്, കളിക്കുന്നു. അപ്പോൾ അത് മാറ്റാൻ പോയിട്ടുണ്ട്. നമുക്ക് അവിടെ തണലത്ത് നിൽക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരവിടെ നിന്ന് നടന്നു. മാംഗോ മിൽക്ക് ഷേക്ക്. നാരങ്ങ സോഡ വാങ്ങിയിട്ടുണ്ട് കുടിക്കാൻ, ഒന്ന് റിഫ്രഷ് ആവാൻ. ഞങ്ങൾ ഇന്നൊരു ലഞ്ച് കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത്. പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ്. പക്ഷെ അത്ര പോരാ ഇല്ലല്ലോ. ഞാൻ ഇന്നലെ എന്താ വെച്ചാൽ ഫ്രൈഡ് റൈസ് അല്ലേ ഞങ്ങൾ കഴിച്ചത്ര പോരായിരുന്നു. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് നന്നാന്ന് വിചാരിക്കാം. നല്ല പൊറോട്ട മീൻ കറി. ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ടാണ് ഇന്നലെ ഒന്നും കഴിക്കാഞ്ഞത്, നോൺ വെജ് കഴിക്കാഞ്ഞത്.
ഫ്രണ്ട്സ്, ദിയമോക്ക് പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ട് ദിയമോക്ക് ഞങ്ങളൊന്നും വേണ്ട, എന്നോടൊന്നും സംസാരിക്കുന്ന പോലുമില്ല. അതെ, ഞങ്ങൾക്കിപ്പോ ദേവുമോളാണ് ഞങ്ങളെ ഫ്രണ്ട്. ദിയമോക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. ദിയമോൾ ഇന്നലെ ഫ്രണ്ടിന്റെ കൂടെയാ കിടന്നത്. ഞാൻ അമ്മേനോട് പറഞ്ഞ ഇവിടെ കിടക്കാൻ. തുത്തുവാവ ദീദിന്റെ കൂടെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ദീദി ദീദി ഇതാണ് തുത്തുവാവേന്റെ ദീദി. കുറച്ചും കൂടി നീക്കിട്ടോ, എന്നാ വാരി കൊടുക്കാം. ഇതെന്താ രണ്ട് കറി? രണ്ട് കറിയല്ലല്ലോ. ഗീ റോസ്റ്റ് വന്നു. ഞാൻ ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഒരു വടിമാതിരി നിൽക്കണം ഗീ റോസ്റ്റ്. പപ്പ ഒന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ. പപ്പ ചപ്പാത്തി ആയിരുന്നു, ചപ്പാത്തി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഞാന് മസാല ദോശയായിരുന്നു. ദിയമോള് ഇഡലി. എന്താ പണി? ഞങ്ങളിവിടെ വ്ളോഗ് കണ്ടോണ്ടിരിക്കുന്നു. വേറെ ടീമിന്റെ നമ്മളതല്ല. എന്താ വാങ്ങിയേ? ഒന്നും വാങ്ങിച്ചില്ല ഫ്രണ്ട്സ്. അപ്പം എന്താ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ വന്ന് സമയം 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. ബീച്ചിലൊക്കെ പോയി വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി. ഞാൻ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ടാണ് പോയത്. ഞാനും അമ്മയും ആൻറ്റിയും ഫ്രഷ് ആയിട്ടാണ് പോയത്. ബാക്കി ആരും ഫ്രഷ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഫ്രഷായി. ഞങ്ങൾക്ക് ഇനി 4:10 ട്രെയിൻ ഉണ്ട്. അപ്പം അത് നമ്മൾ അടുത്ത വ്ളോഗ് ചെയ്യുന്നതാണ്. ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. നമ്മൾ മോർണിംഗ് വ്ളോഗ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നിങ്ങൾ കാത്തിരിക്കും. നമ്മൾ വീട്ടിലോട്ടല്ല, നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നെക്സ്റ്റ് വ്ളോഗിൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു യൂട്യൂബ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും